Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ EST 120 ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ നമ്പർ 2 നിന്നുള്ള സെക്കൻഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെക്ചറിൽ നമ്മൾ സർവേയിങ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇനി മൊഡ്യൂൾ 2 നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമൻറ്റ്, സ്റ്റീല്, ബ്രിക്ക്, സ്റ്റോൺസ്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് ഇനി അങ്ങോട്ടുള്ള ലെക്ചറുകളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോ ലെക്ചറിലും ഓരോ ബിൽഡിംഗ് മെറ്റീരിയലും നമുക്ക് കവർ ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലെക്ചർ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലെക്ചറിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിലെ ബ്രിക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിക്സ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ്, നമ്മളെല്ലാവരും കാണാറുമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ബ്രിക്സ്. അപ്പോൾ നമുക്ക് സിലബസിൽ ബ്രിക്സിനെ പറ്റി നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 സർവേയിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അടുത്ത നമുക്ക് ബ്രിക്സ് ആണ് വരുന്നത്. അപ്പോൾ സിലബസിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ്, പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ബ്രിക്ക്, ടെസ്റ്റസ് ഓൺ ബ്രിക്സ്, ഈ 3 ടോപ്പിക്സാണ് ബ്രിക്സിൽ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിക്സിൻ്റെ ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ആദ്യം പറയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഗുഡ് പ്രോപ്പർട്ടി എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടെസ്റ്റ് ഫോർ ബ്രിക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലെക്ചർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ബ്രിക്സ്. The common bricks is one of the oldest building material and it is used at present as a leading building material of construction because of its strength, low cost, easy availability, etc. The bricks are made from soil and hence the properties of bricks depends on the properties of soil. Following are the constituents of good brick earth. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതലേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ്. അത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോഴും യൂസ് ചെയ്യാനുള്ള കാരണം അതിന് നമുക്ക് അഡിക്വേറ്റഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ ലോ കോസ്റ്റുമാണ്, അതേപോലെ ഈസിലി അവൈലബിളുമാണ്. ഇനി ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യുന്നത് സോയിൽ അല്ലെങ്കിൽ ക്ലേയിൽ നിന്നാണ് നമ്മൾ ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിക്കിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ ആ ബ്രിക്ക് ഉണ്ടാക്കാനെടുക്കുന്ന സോയിലിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. ഇനി നമുക്ക് ബ്രിക്കിൻ്റെ അകത്ത് വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിക്ക് ഒബ്റ്റൈൻഡ് ബൈ മോൾഡിംഗ് ക്ലേ ഇൻ എ റെക്ടാങ്കുലർ ബ്ലോക്സ് ആൻഡ് ദെൻ ബൈ ഡ്രൈയിങ് ആൻഡ് ബേണിംഗ് ദീസ് ബ്ലോക്സ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ബ്രിക്ക് ഉണ്ടാക്കുന്നത് ക്ലേയിൽ നിന്നാണ്. അപ്പോൾ ക്ലേ നമ്മൾ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് അല്ലെങ്കിൽ റെക്ടാങ്കുലർ മോൾഡ്, ബ്രിക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് മോൾഡുകളുണ്ടാവും. ഇതേപോലെ മോൾഡ് നമ്മൾ മലയാളത്തിൽ അച്ചെന്ന് പറയും. ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ക്ലേ കറക്റ്റായിട്ട് വെള്ളമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു സ്മൂത്തായി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കോമ്പാക്ട് ചെയ്ത് ലെവൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ ഈ മോൾഡിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ട് അതിനെ ഡ്രൈയിങ് അല്ലെങ്കിൽ ബേണിങ് ചെയ്യും. ഒന്നെങ്കിൽ നമ്മൾ സൺലൈറ്റിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചൂളയിൽ വെച്ചിട്ട് ബേൺ ചെയ്യും. കില്ലെന്നാണ് അതിനെ പറയുന്നത്. ചൂളയിൽ വെച്ചിട്ട് ബ്രിക്കിനെ ബേൺ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഹാർഡൻ ഫോം ഓഫ് ബ്രിക്കിനെ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ഇതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് എന്താണെന്ന് നോക്കാം. ഈ ബ്രിക്കിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് സിലിക്കയാണ്. അപ്പോൾ ബ്രിക്കിൽ അബൌട്ട് 50 to 60% സിലിക്ക കണ്ടൻ്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് സിലിക്ക കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു പ്രിവെൻറ്റ് വാർപ്പിംഗ് ആൻഡ് ഷ്രിങ്കിങ്. ആ ബ്രിക്ക് ഷ്രിങ്ക് ചെയ്ത് പോകാതെ ടയറിംഗ് ഒന്നും വരാതെ പിടിച്ച് നിർത്തുന്നത് ഈ സിലിക്ക കണ്ടൻ്റാണ്. അതേപോലെ ബ്രിക്കിൻ്റെ ഷേപ്പ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സിലിക്ക കണ്ടൻ്റാണ്. ഓക്കെ, അപ്പോൾ സിലിക്ക ആണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. ഇതാണ് അതിൻ്റെ മേജർ ഇൻഗ്രീഡിയൻറ്റ്. അതായത് ടോട്ടൽ ബ്രിക്കിൽ 50 to 60% ഈ സിലിക്ക കണ്ടൻ്റാണ്. സിലിക്ക കണ്ടൻ്റാണ് ബ്രിക്കിന് പർട്ടിക്കുലർലി നല്ലൊരു ഷേപ്പ് കൊടുക്കുന്നതും അതേപോലെ അതിൻ്റെ വാർപ്പിങ്ങിൽ നിന്നും ഷ്രിങ്കിങ്ങിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നത് സിലിക്ക കണ്ടൻ്റാണ്. അടുത്തത് അലുമിന ബ്രിക്കിൽ 20 to 30% റേഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 20 to 30%. ഇനി അലുമിന പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ബ്രിക്കിന് ഒരു പ്ലാസ്റ്റിസിറ്റി കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ ബ്രിക്കിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് നമുക്കതിനെ കുഴച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കാൻ പറ്റുന്നത്, ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു ബ്രിക്ക് മെറ്റീരിയലിന് മാനുഫാക്ചർ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ അലുമിനയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്.
അപ്പോൾ അലുമിനിയുടെ റേഞ്ച് 20 to 30% ആണ്. അലുമിനിയാണ് ബ്രിക്ക് മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ബ്രിക്കിന് പ്ലാസ്റ്റിസിറ്റി നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ കണ്ടൻറ്റ് ലൈം 4 to 5% ആണ്. അത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ്, 4 to 5% ആണ് നമ്മൾ ലൈം പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് ഓക്സൈഡ്സ് ഓഫ് അയൺ 5 to 6% ആണ് നമ്മൾ ഒരു ബ്രിക്കിൽ കൊടുക്കുന്നത്. ഇനി ഈ ഓക്സൈഡ്സ് ഓഫ് അയൺ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ബ്രിക്കിന് റെഡ് കളർ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബ്രിക്കിലെ റെഡ് കളറ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്തുള്ള ഓക്സൈഡ്സ് ഓഫ് അയണിൻ്റെ പ്രസൻറ്റ് കൊണ്ടാണ്. അത് 5 to 6% ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ മഗ്നീഷ്യ, അത് വളരെ ചെറുത് 1% ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ സ്മോൾ എക്സ്റ്റെൻറ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ബ്രിക്കിൻ്റെ ഷ്രിങ്കേജ് നമുക്ക് കുറക്കാൻ പറ്റും. ബ്രിക്കിൻ്റെ ഷ്രിങ്കേജ് നമുക്ക് ചുരുങ്ങിപ്പോകുന്ന ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് കുറക്കാൻ പറ്റും. അതായത് നമ്മൾ കാസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ മോൾഡിൻ്റെ അകത്ത് ചെയ്ത് വെച്ചേക്കുന്ന ആ ഷേപ്പിൽ തന്നെ ബ്രിക്ക് അതുപോലെ തന്നെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഒന്നത് ചുരുങ്ങിപ്പോകും. ഓക്കെ, ഇത്രയാണ് ബ്രിക്കിൻ്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസ്. ഓക്കെ, ഇത് നമ്മുടെ സിലബസിൽ പ്രത്യേകം പറയുന്നില്ല, എങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് സൈസ് ഓഫ് എ ബ്രിക്ക്. ഇപ്പോൾ ബ്രിക്കിന് ശരിക്കും 2 സൈസാണ് ഉള്ളത്. സ്റ്റാൻഡേർഡ് സൈസും ഉണ്ട്, നോമിനൽ സൈസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു ബ്രിക്ക് നമ്മൾ 19/9/9, അതായത് ബ്രിക്കിൻ്റെ ലെങ്ത്ത് 19 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 9 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 9 സെൻറ്റിമീറ്റർ. ഈ ഒരു ബ്രിക്കിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് 19/9/9 സെൻറ്റിമീറ്റർ. ഇനി ഇത് ബ്രിക്കിൽ തന്നെ നമ്മൾ മോട്ടാർ കൂടി ആഡ് ചെയ്താൽ, മോട്ടാർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബ്രിക്ക് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ എന്താണ് ഒരു സിമെൻറ്റ് പേസ്റ്റ് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഫില്ല് ചെയ്യുന്നത് അല്ലേ. ചെറിയൊരു സിമെൻറ്റ് പേസ്റ്റാണ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് അടുത്ത ബ്രിക്ക് വെക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് സിമെൻറ്റ് പേസ്റ്റ് തേക്കും, പിന്നെ അടുത്ത ബ്രിക്ക്, ഇനി ഇതിൻ്റെ ലെയറിൻ്റെ മുകളിൽ അടുത്ത സിമെൻറ്റ് പേസ്റ്റ്, ഇങ്ങനെ. അപ്പോൾ ബ്രിക്ക് വിത്ത് സിമെൻറ്റ് മോട്ടാർ, ഈ പേസ്റ്റിനെയാണ് നമ്മൾ മോട്ടാർ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിക്കിൻ്റെ മുകളിൽ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ മോട്ടാർ തേച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൈസ്, അതിനെയാണ് നമ്മൾ നോമിനൽ സൈസ് എന്ന് പറയുന്നത്. ബ്രിക്കിൻ്റെ നോമിനൽ സൈസാണ് 20 cm/10 cm/10 cm. അതായത് സ്റ്റാൻഡേർഡ് സൈസിൻ്റെ കൂടെ ഒരു 1 cm മോട്ടാർ കൂടി അതിൻ്റെ എല്ലാ സർഫസിലും ആഡ് ചെയ്യും. ഓക്കെ, സാധാരണ ഒരു ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞാൽ 19/9/9 സെൻറ്റിമീറ്ററും വിത്ത് മോട്ടാർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലും മുകളിലും ഒക്കെ ആയിട്ട് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് സിമെൻറ്റിൻ്റെ പേസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് ബ്രിക്ക് വിത്ത് സിമെൻറ്റ് മോട്ടാർ. അപ്പോൾ ബ്രിക്ക് വിത്ത് സിമെൻറ്റ് മോട്ടാർ ആണെങ്കിൽ അതിൻ്റെ സൈസിന് നമ്മൾ നോമിനൽ സൈസ് എന്നാണ് പറയുന്നത്, 20/10. ഓക്കെ, ഈ 2 പോയിൻ്റ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു വാളുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് എത്ര ബ്രിക്ക് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കാൽക്കുലേഷനാണ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ബ്രിക്കിൻ്റെ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ബ്രിക്കിൻ്റെ വോളിയം ഓഫ് ബ്രിക്ക് വിത്ത് മോട്ടാർ. അപ്പോൾ വിത്ത് മോട്ടാർ എന്ന് പറയുമ്പോൾ ഇതാണ് സൈസ്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാനായിട്ട് L/B/H. അപ്പോൾ 20 × 10 × 10. അത് ചെയ്യുമ്പോൾ ഒരു ബ്രിക്കിൻ്റെ വോളിയം കിട്ടും. 1 ബ്രിക്കിൻ്റെ വോളിയം 2000 cm³ എന്ന് കിട്ടും. ഓക്കെ, ഇനി 1 മീറ്റർ ക്യൂബ് വോളിയം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ × 1 മീറ്റർ × 1 മീറ്ററാണ് അല്ലേ. ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ × 1 മീറ്റർ × 1 മീറ്ററാണ്. അപ്പോൾ 1 മീറ്ററിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ. 1 മീറ്റർ = 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ 1/1/1 പകരം 100 × 100 × 100 എന്ന് എഴുതാം. therefore 1 മീറ്റർ ക്യൂബ് = എത്ര വരും? 60 10⁻⁶ cm³ എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 1 മീറ്റർ ക്യൂബ് വോളിയത്തിൽ എത്ര ബ്രിക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന വോളിയം ഇത് ഇത്രയാണ് അല്ലേ. വോളിയം ഓഫ് 1 മീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ ഒരു ബ്രിക്കിൻ്റെ വോളിയം. ഇപ്പോൾ ഇത് 2 സെൻറ്റിമീറ്ററിലാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 10⁻⁶ cm³ ആണ്. അപ്പോൾ 10⁻⁶ cm³ ഹോൾ ഡിവൈഡഡ് ബൈ
ഒരു ബ്രിക്കിൻ്റെ വോളിയം 2000. ഇത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും നമ്പർ ഓഫ് ബ്രിക്ക് ഇസ് ഈക്വൽ ടു 500 നമ്പേഴ്സ്. എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബിൽ നമുക്ക് ഒരു ബ്രിക്ക് മേസൺറി ബ്രിക്ക് സ്ട്രക്ചർ കൺസ്ട്രക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 500 ബ്രിക്സിൻ്റെ ആവശ്യമുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു ഭിത്തിയിൽ എത്ര ബ്രിക്കാണ് അതിൻ്റെ ഉള്ളത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ വാളിൻ്റെ എന്ത് വേണം, ലെങ്ത്ത് മെഷർ ചെയ്യണം, ബ്രെഡ്ത്ത് മെഷർ ചെയ്യണം, ഹൈറ്റ് മെഷർ ചെയ്യണം, അല്ലെങ്കിൽ തിക്നെസ് മെഷർ ചെയ്യണം. അത് നിങ്ങൾ സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഒരു ബ്രിക്കിൻ്റെ വോളിയം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് നിങ്ങളുടെ വോളിൻ്റെ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ഒരു ബ്രിക്കിൻ്റെ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ ആ വോളിൻ്റെ അകത്ത് എത്ര ബ്രിക്കാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞതല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞതാണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എ ബ്രിക്ക് 19x9x9 സെൻറ്റിമീറ്ററും നോമിനൽ സൈസ് ഓഫ് എ ബ്രിക്ക് 20x10x10. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു ഫിഗർ വരച്ച് വെച്ചാൽ നല്ലതാണ്. ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കറക്റ്റ് സിലബസിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക്. ബ്രിക്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് കാറ്റഗറീസ്. ബ്രിക്കിനെ മെയിനായിട്ട് 2 കാറ്റഗറിയിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. നമ്പർ 1 അൺബേൺഡ് ബ്രിക്ക് ഓർ സൺഡ്രൈഡ് ബ്രിക്ക്. നമ്പർ 2 ബേൺഡ് ബ്രിക്ക്. ഓക്കെ, അപ്പോൾ ബേൺഡ് ബ്രിക്കിൻ്റെ അകത്ത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ഉണ്ട്, തേർഡ് ക്ലാസ് ബ്രിക്ക് ഉണ്ട്, ഫോർത്ത് ക്ലാസ് അല്ലെങ്കിൽ ഓവർ ഡ്രൈഡ് അല്ലെങ്കിൽ ഓവർ ബേൺഡ് ബ്രിക്ക് എന്ന് പറയും. അപ്പോൾ മൊത്തത്തിൽ ബ്രിക്കിനെ നമ്മൾ മേജർലി 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അൺബേൺഡ് അല്ലെങ്കിൽ സൺ ഡ്രൈഡ് ബ്രിക്ക്, രണ്ടാമത്തത് ബേൺഡ് ബ്രിക്ക്. ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അൺബേൺഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂളയിൽ വെച്ചൊന്നും കത്തിക്കുന്നൊന്നുമില്ല. എന്താണ്, സൺലൈറ്റിൻ്റെ വെളിച്ചത്തിൽ താഴെ നമ്മൾ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്രിക്ക് അലൈൻ ചെയ്ത് വെക്കും. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ബ്രിക്കിനെ ഡ്രൈ ചെയ്യുന്നത്. അത് നമ്മൾ അൺബേൺഡ് അല്ലെങ്കിൽ സൺ ഡ്രൈഡ് ബ്രിക്ക് എന്ന് പറയും. രണ്ടാമത്തത് ബേൺഡ് ബ്രിക്ക്, അതായത് നമ്മളൊരു ചൂളയിൽ വെച്ച് കത്തിച്ചിട്ടാണ് അതിനെ ഡ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ അതിനെ ബേൺഡ് ബ്രിക്ക് എന്ന് പറയും. അതിനകത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്, തേർഡ് ക്ലാസ് ഉണ്ട്, ഫോർത്ത് ക്ലാസ് അല്ലെങ്കിൽ ഓവർ ഡ്രൈഡ്, എക്സ്ട്രാ നമ്മൾ ചൂടാക്കിയത്. ഏകദേശം നമ്മൾ ബ്രിക്ക് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും, കറുത്ത കളറിലിരിക്കും, ഓവർ ബേൺഡായിട്ട്. ഓക്കെ, ഇത് ഓരോന്നേ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. ഇത്രയും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കും. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് അൺബേൺഡ് ബ്രിക്ക് എന്താണെന്ന് നോക്കാം. ദീസ് ആർ ഡ്രൈഡ് അണ്ടർ സൺലൈറ്റ്. ദീസ് ആർ യൂസ്ഡ് ഫോർ ടെമ്പററി ഓർ ചീപ്പ് കൺസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഫില്ലിംഗ് വർക്ക്സ്. ഓക്കെ, അൺബേൺഡ് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺലൈറ്റിൽ ഡ്രൈ ചെയ്തെടുത്തേക്കുന്ന ബ്രിക്കാണ്. നമ്മൾ മോൾഡ് ചെയ്ത് നമ്മൾ ബ്രിക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് വെക്കുന്നത്. അപ്പോൾ അത് ടെമ്പററി അല്ലെങ്കിൽ ചീപ്പ് കൺസ്ട്രക്ഷനൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ഈ സൺബേൺഡ് ബ്രിക്ക് ആയതുകൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും, ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ടെമ്പററി സ്ട്രക്ചേഴ്സിനും ചീപ്പായിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെയാണ് നമ്മൾ ഈ അൺബേൺഡ് ബ്രിക്ക് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഫില്ലിംഗ് വർക്ക്സ്. ഫില്ലിംഗ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തറയൊക്കെ കെട്ടുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മണ്ണിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഈ പൊട്ടിയ ബ്രിക്കിൻ്റെ കഷ്ണവും ഇതേപോലെ അൺബേൺഡ് ആയിട്ടുള്ള ബ്രിക്സൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം അതിന് വേറെ സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല. ടെമ്പററി സ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാഴ്ചത്തേക്കൊക്കെ ചെറിയ എന്തെങ്കിലും വോൾസ് കെട്ടുമോ സ്ട്രക്ചേഴ്സ് കെട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടെമ്പററി സ്ട്രക്ചേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ബേൺഡ് ബ്രിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ബേൺഡ് ബ്രിക്കിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ആർ വെൽ ബേൺഡ് ഹാവിങ് സ്മൂത്ത് ആൻഡ് ഈവൻ സർഫസ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കില്ലിൽ വെച്ചിട്ട് ചൂളയിൽ വെച്ച് ബേൺ ചെയ്തെടുത്തേക്കുന്ന ബ്രിക്കാണ്. അതിൻ്റെ സർഫസ് സ്മൂത്തും ആയിരിക്കും, ഈവണും ആയിരിക്കും, വിത്ത് പെർഫെക്റ്റ് റെക്റ്റാങ്കുലർ ഷേപ്പ്. കറക്റ്റ് റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദീസ് ആർ മെഷീൻ മോൾഡഡ് ഓർ ടേബിൾ മൗണ്ടഡ്. അപ്പോൾ ഇതൊന്നെങ്കിൽ മെഷീൻ വെച്ചിട്ട് മോൾഡ് ചെയ്തെടുത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ലെവൽ സർഫസിൽ മോൾഡ് ചെയ്ത് വെച്ചായിരിക്കും. മോൾഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രിക്കിൻ്റെ ഷേപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എന്തെങ്കിലും ഒരു അച്ചിൽ വെക്കും. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ക്ലേ നിറച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് ഈ മോൾഡിൽ നിന്ന് മാറ്റുന്നത്. അതാണ് ഈ മോൾഡിങ് എന്ന് പറയുന്നത്. ദീസ് ആർ ബേൺഡ് ഇൻ കിൽസ്. ചൂളയിൽ വെച്ചിട്ടായിരിക്കും നമ്മളിതിനെ ബേൺ ചെയ്തെടുക്കുന്നത്. ദീസ് ബ്രിക്ക് ഹാവ് യൂണിഫോം റെഡിഷ് കളർ. ഒരേപോലെ നല്ല റെഡിഷ് ആയിട്ടുള്ള കളറായിരിക്കും ഈ ബ്രിക്കിന് ഉണ്ടാകുന്നത്.
ഇനി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആർ, ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദീസ് ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ 20% ഓഫ് ഇറ്റ്സ് വെയ്റ്റ് വെൻ ഇമ്മേഴ്സ്ഡ് ഇൻ കോൾഡ് വാട്ടർ ഫോർ 24 hours. ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് നമ്മൾ 24 മണിക്കൂർ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ 20%-നേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ ഇനീഷ്യൽ വെയ്റ്റ് ബ്രിക്കിൻ്റെ ഡ്രൈ വെയ്റ്റ് W1 ആണെന്നിരിക്കട്ടെ. ഈ ബ്രിക്കിനെ നമ്മൾ 24 hours വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ വെയ്റ്റ് W2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ W2 മൈനസ് W1. W2 എന്ന് പറഞ്ഞാൽ വെറ്റ് വെയ്റ്റ്, വെള്ളത്തിലുള്ള വെയ്റ്റ്, മൈനസ് W1 എന്ന് വെച്ചാൽ ഡ്രൈ വെയ്റ്റ്, ഡിവൈഡ് ബൈ W1 ഇൻറ്റു 100. ഇതാണ് വാട്ടർ അബ്സോർപ്ഷൻ്റെ ഇക്വേഷൻ. ഇത് 20%-നേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ ആ ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർബ് ചെയ്യുന്ന റേറ്റ് ലെസ് ദാൻ 20% ആയിരിക്കണം. രണ്ടാമത്തത് വെൻ സ്ട്രക്ക് വിത്ത് അനദർ ബ്രിക്ക് ദീസ് ഷുഡ് ഗിവ് എ മെറ്റാലിക് റിംഗിങ് സൗണ്ട്. അപ്പോൾ രണ്ട് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് തമ്മിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെറ്റാലിക് റിംഗിങ് സൗണ്ട്, അതായത് പാത്രം തമ്മിൽ അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സൗണ്ട് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടണം. മൂന്നാമത്തത് ദീ ഷുഡ് നോട്ട് ലീവ് എനി മാർക്ക് വെൻ സ്ക്രാച്ച് ബൈ ഫിംഗർ. ഈ ബ്രിക്കിനെ നമ്മൾ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മാർക്കിങ്സ് ഒന്നും വരാൻ പാടില്ല. നമ്മുടെ നഖം വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നോക്കണം. സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ മാർക്കിങ്സ് ഒന്നും വരാൻ പാടില്ല. അടുത്തത് വെൻ ബ്രോക്കൺ ഇൻ ടു 2 പീസ് ദ ബ്രോക്കൺ ഫേസ് ഷുഡ് ബി കോമ്പാക്റ്റ് സ്ട്രക്ചർ. ഈ ബ്രിക്കിനെ നമ്മൾ 2 കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൊട്ടി വരുന്ന സർഫസ്, അതിപ്പോൾ ഇങ്ങനെ ഒരു ബ്രിക്കിനെ നമ്മൾ രണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ 2 പീസ് ബ്രിക്കാണ് കിട്ടിയെങ്കിൽ ഈ പൊട്ടിയ സർഫസ് നല്ല കോമ്പാക്ട് സർഫസ് ആയിരിക്കും. അത് പൊടിഞ്ഞ സർഫസോ അതിൻ്റെ അകത്ത് ചെറിയ കുഴികളോ ഒന്നും കാണാൻ പാടില്ല, സ്മൂത്ത് സർഫസ് തന്നെ ആയിരിക്കണം അവിടെ. ലാസ്റ്റ് പോയിന്റ്, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദീസ് ബ്രിക്ക് ഷുഡ് ബി 10 Newton/mm². അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് മിനിമം 10.5 Newton/mm² ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആയിട്ട് വരേണ്ടത്. ദീസ് ആർ യൂസ്ഡ് ഫോർ സുപ്പീരിയർ ക്വാളിറ്റി വർക്ക്സ്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് സുപ്പീരിയർ ക്വാളിറ്റി വർക്ക്സ്, നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, സച്ച് ആസ് ഔട്ടർ വാൾസ്, ഫേസിംഗ് വർക്ക്സ്. They are also used for floors and reinforced brickwork. These bricks should be laid in rich mortar. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഹൈ ക്വാളിറ്റി വർക്ക്സിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മുടെ വീടിൻ്റെ പുറത്ത് ഔട്ടർ വാൾസ്, വീടിൻ്റെ ചുറ്റും ഉള്ള ഔട്ടർ വാൾസ്, ഫേസിംഗ് വർക്ക്, നമ്മൾ പുറത്ത് നമ്മൾ പ്ലാസ്റ്ററൊക്കെ ചെയ്യാതെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഇല്ലേ, ബ്രിക്ക് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യില്ല, അതായത് തേക്കൂല, നമ്മൾ ആ ബ്രിക്കിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ തന്നെ വെക്കും. അപ്പോൾ ഇവിടെ ഈ ഫേസിംഗ് വർക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ സർഫസൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ അകത്ത് എഴുതേണ്ടത്. ഇത് ചിലപ്പോൾ ക്ലാസിഫിക്കേഷനായിട്ട് ചോദിക്കില്ല, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞൊക്കെ ചിലപ്പോൾ എടുത്ത് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അടുത്തത് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്. ദീസ് ബ്രിക്സ് ആർ വിത്ത് സ്ലൈറ്റ് ഇറഗുലാരിറ്റീസ് ഇൻ ഷേപ്പ്, സൈസ് ആൻഡ് കളർ ആൻഡ് സർഫസ് ഫിനിഷ്. അപ്പോൾ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിനെ അപേക്ഷിച്ച് കുറച്ച് ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പിലും സൈസിലും കളറിലും സർഫസ് ഫിനിഷിലൊക്കെ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാവും. ദേ ആർ സ്ലൈറ്റ്ലി ഓവർ ബേൺഡ്, അതായത് നോർമൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിനേക്കാളും കുറച്ച് ഓവൺ ബേൺഡ് ബ്രിക്കിനെയാണ് നമ്മൾ സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് എന്ന് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ദീസ് ബ്രിക്സ് ആർ ഗ്രൗണ്ട് മോൾഡഡ് ആൻഡ് ബേൺഡ് ഇൻ കിൽ. അതായത് ഇതിനെ മോൾഡ് ചെയ്യുന്നത് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്, ടേബിളിൻ്റെ പുറത്തോ മെഷീനിലോ ആയിരിക്കില്ല. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ടും ഒരു ടേബിൾ സർഫസിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് മോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചുമ്മാ മണ്ണിൽ തന്നെ വെച്ചിട്ടാണ് ഈ മോൾഡിൽ നിന്ന് നമ്മൾ ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സർഫസുമായിട്ട് ഇതിന് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സർഫസ് ഒന്നും അത്ര സ്മൂത്ത് ആയിരിക്കില്ല. അത് ചൂളയിൽ വെച്ച് തന്നെയാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. സച്ച് ബ്രിക്സ് മേ ബി ലെയ്ഡ് ഇൻ മഡ് ഓർ ലൈം മോട്ടർ. അപ്പോൾ ഈ ബ്രിക്സ് നമ്മൾ യൂഷ്വലി മഡ് അല്ലെങ്കിൽ ലൈം മോട്ടോർ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദീ ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ 22% ഓഫ് ഇറ്റ്സ് വെയ്റ്റ് വെൻ ഇമ്മേഴ്സ്ഡ് ഇൻ കോൾഡ് വാട്ടർ ഫോർ 24 hours. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്താൽ അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 22% ആയിരിക്കണം. അപ്പോൾ നേരത്തെ 20% കുറവായിരിക്കണം, ഇവിടെ 22%, അതായത് കുറച്ചുകൂടി ഹയർ വാല്യൂ, കുറച്ചുകൂടി വെള്ളം അബ്സോർബ് ചെയ്താലും കുഴപ്പമില്ല. അടുത്തത് മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് 7 Newton/mm² ആയിരിക്കണം. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് 10.5 ആണ്. ഇവിടെ നമുക്ക് 7 Newton/mm² കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ അകത്ത് വരേണ്ട മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്.
ഇനി അടുത്തത് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് ആർ യൂസ്ഡ് ഫോർ ഇൻറ്റേർണൽ വാൾസ്, ഒരു വീടിൻ്റെ അകത്തുള്ള വാൾസിന്. പുറത്തുള്ള വാളിൻ്റെ പ്രത്യേകത, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് പുറത്തെ വാൾസിനാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ യൂഷ്വലി സൺലൈറ്റും റെയിനും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നത് ഔട്ടർ വാൾസിലാണ്. അപ്പോൾ അത് നമ്മൾ ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് നമ്മൾ ഇൻറ്റേർണൽ വാൾസ്, അതായത് ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള വാൾസ്, അതാണ് ഇൻറ്റേർണൽ വാൾസ്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും സൺലൈറ്റോ വാട്ടറോ ആയിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ സെക്കൻഡ് ക്വാളിറ്റി ബ്രിക്ക് യൂസ് ചെയ്താൽ മതി. ദ ബ്രിക്ക് വർക്ക് ഡൺ വിത്ത് സെക്കൻഡ് ക്വാളിറ്റി ബ്രിക്ക് ഷുഡ് ബി പ്ലാസ്റ്റർഡ്. സെക്കൻഡ് ക്വാളിറ്റി ബ്രിക്ക് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ചുമരുകൾ നമ്മൾ ഫിനിഷ് ചെയ്യാതെ ഇടരുത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതേപോലെ ബ്രിക്ക് വർക്ക് കാണുന്ന രീതിയിൽ നമ്മളിപ്പോൾ ചില വർക്കുകൾ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ബ്രിക്ക് കാണുന്ന രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത് മുഴുവൻ പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും. പ്ലാസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ തേച്ച് ഫിനിഷ് ചെയ്ത് പെയിൻ്റ് അടിക്കേണ്ടി വരും. ഓക്കെ, അടുത്തത് തേർഡ് ക്ലാസിഫിക്കേഷൻ, തേർഡ് ക്ലാസ് ബ്രിക്ക്. ദീസ് ബ്രിക്സ് ആർ നോട്ട് ബേൺഡ് പ്രോപ്പർലി, അതായത് കറക്റ്റ് പ്രോപ്പർ മെത്തേഡിൽ ബേൺ ചെയ്യാത്ത ബ്രിക്കിനെയാണ് നമ്മൾ തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. മേ ബി സ്ലൈറ്റ്ലി അണ്ടർ ഓർ ഓവർ ബേൺഡ്, അതായത് ചിലപ്പോൾ അത് കുറച്ച് ഓവർ ബേൺഡ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ അണ്ടർ ബേൺഡ്, ആവശ്യത്തിനുള്ള ബേണിങ്സ് കിട്ടിയിട്ടുണ്ടാവില്ല. ദീസ് ആർ ഗ്രൗണ്ട് മോൾഡഡ് ആൻഡ് ബേൺ ഇൻ ക്ലാംപ്സ്. ഇതും ഗ്രൗണ്ട് മോൾഡഡ് ആണ്, സെക്കൻഡ് ക്ലാസ് പോലെ ഗ്രൗണ്ടിൽ വെച്ച് മോൾഡ് ചെയ്തെടുത്ത ഒരു ബ്രിക്കാണ് തേർഡ് ക്ലാസ് ബ്രിക്ക്. ദേ ആർ ലൈറ്റർ റെഡ് ഇൻ കളർ, അതായത് ഇതിൻ്റെ കളർ വന്നിട്ട് ലൈറ്റ് റെഡ് കളറായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ബ്രിക്കിന് ഡീപ്പ് റെഡിഷ് കളറാണ്, തേർഡ് ക്ലാസ് ബ്രിക്കിന് ഒരു ലൈറ്റ് റെഡ് കളറാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ലൈറ്റ് യെല്ലോ കളർ, ലൈറ്റ് റെഡ് കളർ വിത്ത് യെല്ലോയിഷ് ടിൻറ്റ്, ഒരു ചെറിയ മഞ്ഞ ഒരു ഫിനിഷ് പോലെ നമുക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റും. ദീസ് ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ ദാൻ 24% ഓഫ് ഇറ്റ്സ് വെയിറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് 24%-നേക്കാളും കുറവായിരിക്കണം. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് 20% കുറവായിരിക്കണം, സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന് 22% കുറവായിരിക്കണം, തേർഡ് ക്ലാസ് ബ്രിക്കിന് 24% വരെ വാട്ടർ അബ്സോർപ്ഷൻ വരാം, കുഴപ്പമില്ല. അപ്പോൾ ദർ should not absorb water more than 24% by its own weight when immersed in cold water for 24 hours. ഇനി അടുത്തത് മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദീസ് ബ്രിക്ക് ഷുഡ് ബി 3.5 Newton/mm². അപ്പോൾ തേർഡ് ക്ലാസ് ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ 3.5 Newton/mm² ആയിരിക്കണം മിനിമം വാല്യൂ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലായി. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് എത്രയായിരുന്നു? 10.5 ആയിരുന്നു സ്ട്രെങ്ത് വരേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വന്നപ്പോഴത്തേക്കും അത് 7 ആയി, തേർഡ് ക്ലാസ് ബ്രിക്ക് വന്നപ്പോൾ അത് 3.5 ആയി. ഇതിൻ്റെയൊക്കെ യൂണിറ്റ് ശ്രദ്ധിക്കുക, Newton/mm². അതേപോലെ ലാസ്റ്റ് പോയിന്റ്, എഫ്ലോറസൻസ് ഇൻ ദിസ് ബ്രിക്സ് ഈസ് മോഡറേറ്റ്. ഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ ഇത് വാട്ടറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ ചെറിയ ഫംഗസ് പോലെ പൂപ്പൽ പോലെയൊക്കെ ഒരു പ്രസിപ്പിറ്റേറ്റ് കാണപ്പെടും. അതിനാണ് നമ്മുടെ എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേർഡ് ക്ലാസ് ബ്രിക്കിൽ ഒരു മോഡറേറ്റ് റേഞ്ചിൽ എഫ്ലോറസൻസ് ഉണ്ടാവും. ഇനി ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ദീസ് ബ്രിക്സ് ആർ യൂസ്ഡ് ഫോർ അൺഇമ്പോർട്ടൻ്റ് ആൻഡ് ടെമ്പററി വർക്ക്സ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടെമ്പററി സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ ഈ തേർഡ് ക്ലാസ് ബ്രിക്ക് യൂസ് ചെയ്യുന്നത്. ടെമ്പററി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു സമ്മേളനമൊക്കെ നടത്താൻ വേണ്ടി ഒരു മാസത്തെ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെയൊക്കെ ചെറിയ പോർഷൻ കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ. അതായത് വലിയ ലോഡ് ക്യാരിങ് മെമ്പേഴ്സൊന്നും ആയിരിക്കത്തില്ല, ചുമ്മാ നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് നിർത്തേണ്ട അങ്ങനെ അൺഇമ്പോർട്ടൻറ്റും ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ തേർഡ് ക്ലാസ് ബ്രിക്ക് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ, ഫോർത്ത് ക്ലാസ് ബ്രിക്ക് അല്ലെങ്കിൽ ഓവർ ബേൺഡ് ബ്രിക്ക്. ദീസ് ബ്രിക്സ് ആർ ഓവർ ബേൺഡ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, കൂടുതലായിട്ട് കത്തിപ്പോയ അല്ലെങ്കിൽ ബേൺ ചെയ്തേക്കുന്ന ബ്രിക്കാണ് ഈ ഫോർത്ത് ക്ലാസ് ബ്രിക്കിൽ വരുന്നത്. ദീസ് ബ്രിക്സ് ആർ ഡാർക്ക് ഇൻ കളർ വിത്ത് ഇറഗുലർ ഷേപ്പ് ആൻഡ് സൈസ്. അപ്പോൾ ഓവറായിട്ട് ബേൺ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഡാർക്ക് കളറായിരിക്കും വിത്ത് ഇറഗുലർ ഷേപ്പ്. അതിൻ്റെ ഷേപ്പ് ഓവറായിട്ട് ചൂടായി പോയിരിക്കുന്നതുകൊണ്ട് പക്ക റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കില്ല, അതിൻ്റെ ഷേപ്പിലും സൈസിലും ചെറിയ വ്യത്യാസങ്ങൾ കാണും. ഓവർ ബേൺ ബ്രിക്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഓവർ ബേൺ ബ്രിക്സ്, അതായത് ഈ ഫോർത്ത് ക്ലാസ് ബ്രിക്സ് ഒരു കാരണവശാലും ബിൽഡിംഗ് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യരുത്. ദീസ് ആർ യൂസ്ഡ് ആസ് അഗ്രിഗേറ്റ് ഇൻ കോൺക്രീറ്റ് ഓർ ഫോർ ഫ്ലോറിംഗ്. ഇത് ഓവർ ബേൺ ബ്രിക്ക് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫില്ലേഴ്സ്,
കല്ലിന് പകരം നമ്മൾ ഈ കരിഞ്ഞ ഷേപ്പിലുള്ള ബ്രിക്ക് നമ്മൾ അഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ തറ ഫ്ലോർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫില്ലറായിട്ട് മണ്ണിൻ്റെ ഇടയിൽ ഇട്ടിട്ട് കൊടുക്കും. അപ്പോൾ ആക്ച്വലി മെയിനായിട്ടുള്ള കൺസ്ട്രക്ഷൻ പർപ്പസിലൊന്നും ഈ 4th ക്ലാസ് ബ്രിക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഓവൻ ബേൺഡ് ബ്രിക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സിൻ്റെ അകത്ത് വരുന്നത്. അടുത്തത് നമുക്ക് ടെസ്റ്റ് ഓൺ ബ്രിക്സ് നോക്കാം. ഒരു ബ്രിക്കിൽ നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ടെസ്റ്റ് ഷേപ്പ് ആൻഡ് സൈസ് ടെസ്റ്റ്, കളർ ടെസ്റ്റ്, കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ്, വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് എന്താണെന്നുള്ളത് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഹാർഡ്നെസ് ടെസ്റ്റ്, ഇമ്പാക്ട് ടെസ്റ്റ്, എഫ്ലോറസൻസ് ടെസ്റ്റ്, സൗണ്ട്നെസ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ് നമുക്ക് ബ്രിക്സിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് ഞാൻ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പാകത്തിന് കുറച്ച് ഫിഗറൊക്കെ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നോട്ട്സ് ഒരു ക്യാപ്സ്യൂളാക്കി പഠിച്ചാൽ മതി. ഈ ഫിഗേഴ്സ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്കത് ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റിക്ക് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഒന്നെങ്കിൽ ചോദിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടെസ്റ്റസ് ഓൺ ബ്രിക്ക് എക്സ്പ്ലെയിൻ എനി ടു എന്നായിരിക്കും, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും 2 പേരെടുത്ത് ചോദിക്കും. യൂഷ്വലി ചോദിക്കുന്നത് സൗണ്ട്നെസ് ടെസ്റ്റ്, കംപ്രസീവ് ടെസ്റ്റ്, വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റൊക്കെയാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, മാറി മാറി ചോദിക്കും. അപ്പോൾ ടെസ്റ്റുകൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കുക. ആദ്യത്തെ ടെസ്റ്റ് നമ്പർ 1, ക്രഷിംഗ് സ്ട്രെങ്ത് ഓർ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ്. ക്രഷിംഗ് സ്ട്രെങ്ത് ഓർ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ്. ടു ഒബ്റ്റെയിൻ ദ സ്ട്രെങ്ത്, bricks are tested in the equipment called compression testing machine, CTM. അപ്പോൾ നമ്മൾ ബ്രിക്കിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെഷീൻ്റെ പേര് കംപ്രഷൻ ടെസ്റ്റ്, CTM എന്ന് പറയും. ബ്രിക്ക് ടു ബി ടെസ്റ്റഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് മെഷീൻ. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള ബ്രിക്കിനെ നമ്മൾ ഈ മെഷീൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പ്ലേസ് ചെയ്യുക. ആൻഡ് ലോഡ് ഈസ് അപ്ലൈഡ് ടിൽ ഇറ്റ് ബ്രേക്ക്. ലോഡ് നമ്മൾ നൈസായിട്ട് ലോഡ് ചെയ്ത് കൊടുക്കുക. ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ നമ്മൾ ഈ ബ്രിക്കിനെ, ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിൽ വെച്ചേക്കുന്ന ബ്രിക്കിനെ പതുക്കെ ലോഡ് ചെയ്യുക. ലോഡ് ചെയ്ത് അതിന് ബ്രേക്ക് ആകുന്നവരെ, ബ്രിക്ക് പൊട്ടിപ്പോകുന്നവരെ നമുക്ക് ലോഡ് ചെയ്യാം. ദ മാക്സിമം ലോഡ് ഈസ് നോട്ടഡ്. അപ്പോൾ ബ്രിക്ക് പൊട്ടുമ്പോൾ ഉള്ള അതിൻ്റെ ലോഡ് ഏതാണോ അതാണ് അതിൻ്റെ മാക്സിമം ലോഡ്, അത് നോട്ട് ചെയ്യുക. ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓർ ക്രഷിംഗ് സ്ട്രെങ്ത് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ലോഡ് ബൈ ഏരിയ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന മാക്സിമം ലോഡും ആ ബ്രിക്കിൻ്റെ സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ L/B. ഇപ്പോൾ ലോഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് കംപ്രസീവ് അല്ലെങ്കിൽ ക്രഷിംഗ് സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, ദ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഷുഡ് ബി 3.5 Nm/mm². അപ്പോൾ നമ്മൾ ഏത് ബ്രിക്കിനെ ടെസ്റ്റ് ചെയ്താലും അതിൻ്റെ മിനിമം 3.5 Nm/mm² ആയിരിക്കും. ഇത് ഏതിൻ്റെയാണ്? 3rd ക്ലാസ് ബ്രിക്കിൻ്റെ റേഞ്ചാണ്. അപ്പം മിനിമം 3rd ക്ലാസ് ബ്രിക്കിൻ്റെ റേഞ്ചായ 3.5 Nm² എങ്കിലും ഉണ്ടാവണം. ഇതാണ് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ. ഓക്കെ, ഇത് അതിൻ്റെ ലോഡിങ് ചെയ്യുന്ന ബീം കോളംസ്, ഇത് അതിൻ്റെ ഫൂട്ടിംഗ് ആണ് വെച്ചേക്കുന്നത്. ഇനി ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഇത് തമ്മിൽ ഇങ്ങനെ ഒരു നീഡിൽസൊക്കെ വെച്ച് കണക്റ്റഡ് ആണ്. ഇത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ്. ലോഡിങ്ങിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണിത്. ഇത് നമുക്ക് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിവർ പോലത്തെ സാധനം യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് സ്വിച്ച് ഉണ്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ. ഇത് നമുക്ക് ലോഡിങ് കിട്ടും. അതായത് മെഷീൻ ഓഫ് ആകുമ്പോൾ ലോഡിങ് 0 ആയിരിക്കും. മെഷീൻ ഓൺ ആകുമ്പോൾ ഈ റീഡിങ് ഇങ്ങനെ കൂടി എവിടെ വെച്ചാണോ ബ്രേക്ക് ആകുന്നത് അവിടെ വെച്ച് ഈ നീഡിൽ സ്റ്റോപ്പ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മാക്സിമം ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതാണ് നമ്മൾ പറഞ്ഞ പ്ലാറ്റ്ഫോം, ഫസ്റ്റ് പ്ലാറ്റ്ഫോം, ഈ ഒരു പ്ലാറ്റ്ഫോം. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ബ്രിക്ക് വെക്കുന്നത്. ഓക്കെ, ഇനി ബ്രിക്ക് വെക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. അതായത് 2 ഫ്ലൈവുഡ് പീസിൻ്റെ ഇടയിലായിട്ട് വേണം ബ്രിക്ക് ആ മെഷീൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്യാൻ. ഓരോ ഫ്ലൈവുഡ് പീസും 3 mm തിക്ക്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഈ 2 ഫ്ലൈവുഡ് പീസിൻ്റെ ഇടയിൽ വേണം നമ്മുടെ ബ്രിക്കിനെ നമ്മൾ ആ മെഷീൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്യാനായിട്ട്. ആ ഫ്ലൈവുഡ് പീസിൻ്റെ തിക്നെസ് 3 mm ആയിരിക്കണം. ഓക്കെ, ഇനി ആ നമ്മുടെ സർഫസ്, ഇതായിരുന്നു നമ്മുടെ പ്ലാറ്റ്ഫോം. അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്ലൈവുഡ് പീസ് വെച്ചു, അതിൻ്റെ അകത്ത് ബ്രിക്ക് വെച്ചു, വീണ്ടും അതിൻ്റെ മുകളിൽ ഫ്ലൈവുഡ് പീസ് വെച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിവർ ഇട്ട് കറക്കി കഴിഞ്ഞാൽ ഇത് നേരെ വന്ന് ടൈറ്റ് ആവും. അത് ടൈറ്റായി കഴിഞ്ഞാൽ ഈ നീഡിൽ ഉപയോഗിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ചുകൂടി ഫിക്സ്ഡ് ആയിട്ടിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇവിടുത്തെ സ്വിച്ച് ഓൺ ആക്കുക.
സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ ലോഡ് അപ്ലൈ ചെയ്യും. ഇനി ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് ലോഡ് കൺട്രോൾ ചെയ്യാനുള്ള നോബ്. അപ്പോൾ ലോഡ് ചെയ്യേണ്ടത് 14 Nm/mm² എന്നുള്ള സ്പീഡിലാണ് ലോഡ് ചെയ്യേണ്ടത്. ഓവറായിട്ട് സ്പീഡ് ചെയ്യരുത്. 14 Nm/mm² ഇവിടെ സെറ്റ് ചെയ്യുക. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് റേറ്റിൽ അത് ലോഡാകും. അപ്പോൾ ലോഡായി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ക്രാക്സ് കാണാൻ പറ്റും. ക്രാക്സ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ലോഡിങ്ങിൻ്റെ നീഡിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ലോഡിങ്ങിൻ്റെ നീഡിൽ ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അവിടുത്തെ റീഡിംഗ് ആണ് നമുക്ക് മാക്സിമം ലോഡായിട്ട് എടുക്കുന്നത്. ആ റീഡിങ് നോട്ട് ചെയ്യാം. റീഡിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അത് മാനുവൽ കാൽക്കുലേഷനാണ്. കംപ്രസീവ് സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ Nm/mm² ഇസ് ഈക്വൽ ടു മാക്സിമം ലോഡ് ഓഫ് ദ ബ്രിക്ക് അറ്റ് ഫെയിലിയർ. അത് ന്യൂട്ടണിൽ കൺവേർട്ട് ചെയ്യണം. ഹോൾ ഡിവൈഡഡ് ബൈ ആവറേജ് ഏരിയ ഓഫ് ദ ബെഡ് ഫേസ് ഇൻ mm². ബെഡ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബ്രിക്ക് വെച്ചേക്കുന്നുണ്ടോ? ഇപ്പോൾ ബ്രിക്ക് നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് വെച്ചേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് ഏരിയ, അതായത് നമ്മൾ നേരെ നോക്കുമ്പോൾ എല്ലും ബിയും ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ L/B ആണ് ഇവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് കംപ്രസീവ് സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു മാക്സിമം ലോഡ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ദ ബ്രിക്ക്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ടെസ്റ്റ് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ വാട്ടർ അബ്സോർപ്ഷനൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു അത് ഏതൊക്കെ റേഞ്ചിലാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ വരുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് വാട്ടർ അബ്സോർബ്ഡ് ബൈ ദ ബ്രിക്ക്. അപ്പോൾ നമ്മൾ വാട്ടർ അബ്സോർപ്ഷൻ ചെയ്യുന്നത് ഒരു ബ്രിക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർബ് ചെയ്തെടുക്കും, അതിൻ്റെ കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ടു ഡു ദിസ് വെയ്റ്റ് ഓഫ് ദ ബ്രിക്ക് ഈസ് നോട്ടഡ്, ദെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇമ്മേഴ്സ്ഡ് ഫോർ 16 അല്ല 24 hours. അപ്പോൾ ആദ്യം നമ്മൾ ബ്രിക്കിൻ്റെ ഇനീഷ്യൽ വെയിറ്റ് എടുക്കും, ഡ്രൈ വെയിറ്റ് എടുക്കും. അതിനെ നമുക്ക് W1 എന്നോ M1 എന്നോ നോട്ട് ചെയ്യാം, ഡ്രൈ വെയിറ്റ് എടുത്തിട്ട്. ഇനി ആ ഡ്രൈ വെയിറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ബ്രിക്കിനെ വാട്ടറിൽ ഒരു ടാങ്കിൻ്റെ അകത്ത് ഇമ്മേഴ്സ് ചെയ്തിട്ട് വെള്ളം നിറക്കുക. വെള്ളത്തിൻ്റെ അകത്ത് ഇമ്മേഴ്സ് ചെയ്തിട്ട് 16 അല്ല 24 hours അങ്ങനെ കീപ്പ് ചെയ്യുക. ഇനി 24 hours കഴിയുമ്പോൾ ആ ബ്രിക്കിനെ പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യുക, വെയിറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് M2 സെക്കൻഡ് വെയിറ്റ് കിട്ടും. ദ ഇൻക്രീസ് ഇൻ വെയിറ്റ് ഈസ് ഫൗണ്ട് ഔട്ട്. അപ്പോൾ M2 മൈനസ് M1 ചെയ്യുക. അപ്പോൾ ഇൻക്രീസ് ഇൻ വെയിറ്റ് കിട്ടും. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ M1 ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർസെൻറ്റേജ് വാല്യൂ കിട്ടും. അതിനെയാണ് നമ്മൾ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി പെർമിസിബിൾ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ 20% ആണ്. അതായത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ റേഞ്ചാണ്. 20% വരെ എല്ലാ ബ്രിക്കിനും പെർമിസിബിളാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ 20 വരെ, സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 22 വരെ, തേർഡ് ക്ലാസ് ആണെങ്കിൽ 44% വരെ. അപ്പോൾ മിനിമം പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ നമ്മൾ 20 എന്ന് പറയും. അപ്പോൾ ഏത് ബ്രിക്കിന് 20% വരെ പെർമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വെയിങ് ബാലൻസ് വേണം, ഒരു വെൻറ്റിലേറ്റഡ് ഓവനും വേണം. അപ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 2 എക്യുപ്മെൻറ്റ് വേണം. ഒന്ന് വെയിങ് ബാലൻസ്, വെയിറ്റ് എടുക്കാൻ വേണ്ടി വെയിങ് ബാലൻസ് വേണം. ബ്രിക്കിനെ ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി, ഓവൻ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓവനും വേണം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള ബ്രിക്കിനെ ഓവൻ്റെ അകത്ത് വെക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്ന ബ്രിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഓൾറെഡി അതിന് ചെറിയൊരു നനവുണ്ടാവും. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രിക്ക് ഈ ഓവനിൽ വെക്കുക. അതിനെ എബോവ് 100 degree Celsius ഒരു 10 minutes അതിൻ്റെ അകത്തേക്ക് വെച്ചേക്കുക. അങ്ങനെ ഡ്രൈ ആയി കഴിയുമ്പോൾ ആ ബ്രിക്കിനെ കുറച്ച് നേരം ഒരു 2-3 minutes നമ്മുടെ സർഫസിൽ വെച്ചിട്ട് കൂൾ ചെയ്യാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഹീറ്റ് പുറത്തേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ ടേക്ക് ദ സ്പെസിമെൻ ആൻഡ് കൂൾ ഇറ്റ് അണ്ടർ ദ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കുറച്ച് നേരം കൂൾ ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ വെയിങ് ബാലൻസിൽ വെച്ചിട്ട് നമ്മുടെ ഡ്രൈ ആയി കിട്ടിയിരിക്കുന്ന ബ്രിക്കിൻ്റെ വെയിറ്റ് എടുക്കുക. അതിനെ M1 എന്ന് നോട്ട് ചെയ്യുക, അവിടുത്തെ റീഡിങ്. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രിക്കിനെ നേരെ ഒരു വാട്ടർ ടാങ്കിൽ വെള്ളം മുഴുവൻ നിറക്കുക. ഈ ബ്രിക്കിനെ ആ വാട്ടർ ടാങ്കിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ യൂഷ്വലി ഇവിടെ ഒരു ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, ഇത് നോട്ട് ചെയ്യേണ്ട, വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും. ഇത് 24 hours നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഈ വെള്ളത്തിൻ്റെ ബ്രിക്കിനെ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് ബ്രിക്ക് പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ബ്രിക്കിൻ്റെ സർഫസിൽ കുറച്ച് വെറ്റ് വെള്ളം ഇരിപ്പുണ്ടാവും. അതിനെ നമ്മളൊരു തുണി വെച്ചിട്ട് തുടച്ച് കളയും. ടേക്ക് ദ സ്പെസിമെൻ ആൻഡ് കൂൾ ഇറ്റ് അണ്ടർ ദ റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു തുണി വെച്ചിട്ട് അതിൻ്റെ സർഫസിനെ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക. എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്ത് ചെയ്യുക, അപ്പോൾ തന്നെ വെയിങ് ബാലൻസിൽ കൊണ്ടുപോയിട്ട് വെറ്റായിട്ടുള്ള ബ്രിക്കിൻ്റെ വെയിറ്റ് എടുക്കുക. അതാണ് M2. ഇവിടെ 3 minutes എന്ന് കാണിച്ചേക്കുന്നത് ഈ പ്രോസസ്സ്
3 മിനിറ്റിൻ്റെ അകത്ത് ചെയ്യണം. അതല്ലെങ്കിൽ ഈ വെള്ളത്തിൽ നിന്ന് എടുത്തേക്കുന്ന ബ്രിക്ക് പുറത്തിരുന്ന് തന്നെ ഡ്രൈ ആയി പോകും പതുക്കെ പതുക്കെ. ഈ പ്രോസസ്സ്, അതായത് M2 എന്ന് പറയുന്ന വെയിറ്റ് വെള്ളത്തിൽ നിന്ന് എടുത്ത് ചെയ്യേണ്ടത് 3 മിനിറ്റിൻ്റെ അകത്ത് നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ M2/M1, അതായത് M2 എന്ന് പറഞ്ഞാൽ വെറ്റ് ആയിട്ടുള്ള ബ്രിക്കിൻ്റെ വെയിറ്റ് മൈനസ് M1 എന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള ബ്രിക്കിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഡ്രൈ വെയിറ്റ് ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജിലെ വാല്യൂ കിട്ടും. ഇതാണ് വാട്ടർ അബ്സോർപ്ഷൻ്റെ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? അടുത്തത് മൂന്നാമത്തെ ടെസ്റ്റ്, ഹാർഡ്നെസ് ടെസ്റ്റ്. ദിസ് ഈസ് ഡൺ ടു ഫൈൻഡ് ഔട്ട് ദ ഹാർഡ്നെസ് ഓഫ് ദ ബ്രിക്ക്. ബ്രിക്കിൻ്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. സ്ക്രാച്ച് ഇറ്റ് ഓൺ ബൈ ഫിംഗേഴ്സ്. ഇഫ് നോ ഇംപ്രഷൻ ഈസ് ലെഫ്റ്റ് ഓൺ ബ്രിക്ക് ദെൻ ഇറ്റ് ഈസ് ഹാർഡ്. അതായത് ബ്രിക്ക് എടുക്കുക, അതിനെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്യുക. അതിനകത്ത് സ്ക്രാച്ചുകളൊന്നും വീണില്ലെങ്കിൽ ബ്രിക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രിക്ക് എടുക്കുക, നമ്മുടെ നഖം വെച്ചിട്ട് ഇവിടെ പല സൈഡിലായിട്ട് സ്ക്രാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ സ്ക്രാച്ച് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഇംപ്രഷൻ, നമ്മുടെ വിരലിൻ്റെ ഒരു ഇംപ്രഷനും ഇതിനകത്ത് വന്നിട്ടില്ലെങ്കിൽ അത് ഗുഡ് ക്വാളിറ്റിയാണ്. ദ ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് ഷുഡ് നോട്ട് ഹാവ് എനി ഇംപ്രഷൻ ഓൺ ദ സർഫസ്. സർഫസിൽ ഒരു ഇംപ്രഷനും വരുത്തൂല. ഇനി ഇപ്പോൾ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് അവിടെ എന്തെങ്കിലും സ്ക്രാച്ചസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇഫ് എനി മാർക്സ് ആർ ലെഫ്റ്റ് ഓവർ ദ സർഫസ് ദെൻ ദിസ് ബ്രിക്ക് ഷുഡ് ബി റിജക്റ്റ്. അപ്പോൾ അത് പുവർ ക്വാളിറ്റിയാണ്, ഈ ബ്രിക്കിനെ നമ്മൾ റിജക്റ്റ് ചെയ്ത് കളയേണ്ടി വരും. ഓക്കെ, അടുത്ത ടെസ്റ്റ്. അപ്പോൾ നമ്മൾ 3 പറഞ്ഞു. നാലാമത്തെ ടെസ്റ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് സോലിബിൾ സോൾട്ട്. ടെസ്റ്റ് ഫോർ പ്രസൻസ് ഓഫ് സോലിബിൾ സോൾട്ട്. ഇതിനെ നമ്മൾ എഫ്ലോറസൻസ് ടെസ്റ്റ് എന്നും പറയും. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു എഫ്ലോറസൻസ് ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് ഈസ് ഡൺ ടു ഫൈൻഡ് ഔട്ട് ദ എഫ്ലോറസൻസ് ഇൻ ബ്രിക്ക്. ബ്രിക്കിൻ്റെ അകത്തുള്ള എഫ്ലോറസൻസ്, പ്രസിപ്പിറ്റേറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണിത്. ദിസ് ഹാപ്പൻസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സോലിബിൾ സോൾട്ട്സ്. ഇപ്പോൾ ബ്രിക്കിൻ്റെ അകത്ത് സോലിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സോൾട്ട്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ എഫ്ലോറസൻസ് നമുക്ക് കാണാൻ പറ്റും. അതിന് ചെയ്യേണ്ടത്, ബ്രിക്ക് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ 24 hours. ബ്രിക്കിനെ ഒരു വെള്ളത്തിൻ്റെ അകത്ത് 24 hours ഡിപ്പ് ചെയ്യുക. ദെൻ ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട് ആൻഡ് ഡ്രൈഡ് അണ്ടർ ഷെയ്ഡ്. അതിനെ 24 hours കഴിയുമ്പോൾ ആ ബ്രിക്കിനെ പുറത്തേക്ക് എടുത്തിട്ട് അതിനെ തണലത്ത് വെച്ചിട്ട് ഉണക്കുക. ആഫ്റ്റർ ഡ്രൈയിങ്, ഇഫ് എ തിൻ ലെയർ ഓഫ് വൈറ്റ് ഓർ ഗ്രേ പൗഡർ ഈസ് സീൻ ഓൺ ദ സർഫസ് ഓഫ് ബ്രിക്ക് ദെൻ there are soluble salts in brick. അപ്പോൾ ഇങ്ങനെ ഉണങ്ങിക്കഴിയുമ്പോൾ ആ ബ്രിക്കിൻ്റെ സർഫസിന് ചുറ്റും വൈറ്റ് കളറിലോ ഗ്രേ കളറിലോ ആയിട്ടുള്ള ഒരു പൗഡേർഡ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ബ്രിക്കിൻ്റെ അകത്തുള്ള സോലിബിൾ സോൾട്ട്സ്. The different grades are assumed based on the coverage of white deposit on the surface. അപ്പോൾ വൈറ്റ് ഡെപ്പോസിറ്റിൻ്റെ അളവനുസരിച്ച് നമുക്ക് എഫ്ലോറസൻസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 10% വരെ സർഫസിൽ എഫ്ലോറസൻസ് ഉള്ളെങ്കിൽ നമ്മളതിനെ സ്ലൈറ്റ് എഫ്ലോറസൻസ് എന്ന് പറയും. പകുതി 50% സർഫസിലും നമുക്കിതുപോലെ പ്രസിപ്പിറ്റേറ്റ്, വൈറ്റ് ഓർ ഗ്രേ പ്രസിപ്പിറ്റേറ്റ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളതിനെ മോഡറേറ്റ് എഫ്ലോറസൻസ് എന്ന് പറയും. മോർ ദാൻ 50%, പകുതി കൂടുതൽ ബ്രിക്ക് സർഫസിലും നമുക്ക് ഈ പ്രസിപ്പിറ്റേറ്റ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഹെവി എഫ്ലോറസൻസ് എന്ന് പറയും. ഓക്കെ, ഇതാണ് ആ ടെസ്റ്റ്. അടുത്തത് ഷേപ്പ് ആൻഡ് സൈസ്. ഒരു ബ്രിക്കിൻ്റെ ഷേപ്പ് ആൻഡ് സൈസ് ടെസ്റ്റ്. ദിസ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ഇറഗുലാരിറ്റീസ് ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. ഇപ്പോൾ ഒരു ബ്രിക്കിൻ്റെ അകത്തുള്ള ഇറഗുലാരിറ്റീസ് ഇൻ ഷേപ്പ് സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷേപ്പ് ആൻഡ് സൈസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 20 ബ്രിക്സ് എടുക്കുക. നമ്മുടെ ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് നമുക്കറിയാം. വിത്തൗട്ട് മോട്ടാർ 19 cm by 9 cm by 9 cm. അപ്പോൾ അടുക്കി വെച്ചേക്കുന്ന ബ്രിക്കിൽ നിന്ന് 20 ബ്രിക്സ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ആ ബ്രിക്കിനെ ലെങ്ത്ത് വൈസിൽ അറേഞ്ച് ചെയ്യുക, വിഡ്ത്ത് വൈസിൽ അറേഞ്ച് ചെയ്യുക, ഹൈറ്റ് വൈസിൽ അറേഞ്ച് ചെയ്യുക. ബ്രിക്കിനെ ലെങ്ത്ത് വൈസിലും വിഡ്ത്ത് വൈസിലും. ഇപ്പോൾ ലെങ്ത്ത് വൈസിൽ എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ലെങ്ത്ത് ബാക്ക് ടു ബാക്ക് ലെങ്ത്തിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഗർ കാണിച്ചു തരാം. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസ് അവസാനം ഈ 20 ബ്രിക്കിൻ്റെ ഡയമെൻഷൻസും കൂടി നമ്മൾ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ 20 ബ്രിക്കല്ലേ, അപ്പോൾ ഏകദേശം 19 × 20 എത്രയായിരിക്കും, 3800 ആയിരിക്കും കറക്റ്റ് സൈസ് വരുന്നത്. എങ്കിലും ആ ഒരു റേഞ്ചിലാണ് വരുന്നതെങ്കിൽ സൈസും ഷേപ്പും, ഓരോ ബ്രിക്കിൻ്റെ സൈസും ഷേപ്പും ഇക്വലൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ വിഡ്ത്ത് വൈസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ 9 × 20 1800 സെൻറ്റിമീറ്ററിൻ്റെ ലെങ്ത് ആയിരിക്കും വരേണ്ടത്. അതായത് അതിനൊരു റേഞ്ച് ഉണ്ട്, അതവർ ചെറിയൊരു അലവൻസ് ഇടുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം സൈസ് നോക്കാം. സൈസ് എന്ന് പറയുമ്പോൾ എ ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് ഷുഡ് ഹാവ് എ റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് ആൻഡ് യൂണിഫോം ഇൻ സൈസ്. ഒരു ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് ആണെങ്കിൽ അതിന് പക്ക റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കണം, അതേപോലെ അതിൻ്റെ സർഫസൊക്കെ യൂണിഫോമും ആയിരിക്കണം.
ഇപ്പോൾ സർഫസിൻ്റെ അകത്ത് എന്തെങ്കിലും കുഴിയോ പ്രൊജക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ പാടുള്ള ബാഡ് ക്വാളിറ്റി ബ്രിക്കായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞ ടെസ്റ്റ് ചെയ്യാമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബ്രിക്കുകൾ അടുക്കി വെച്ചിട്ടുണ്ടാവും റാക്കായിട്ട്. അതിൽ നിന്ന് റാൻഡമായിട്ട് അവിടെ നിന്ന് ഇവിടുന്നായിട്ട് 20 ബ്രിക്സ് റാൻഡമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. ഒരേപോലത്തെ ഒരേ സൈഡിൽ ബ്രിക്ക് എടുക്കരുത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് റിസൾട്ട് കറക്റ്റ് ആണോന്നില്ല. പല സ്ഥലത്തൊന്നായിട്ട് പല റേഞ്ചിൽ നിന്ന്, അതായത് ഇപ്പോൾ ഒരു ബ്രിക്ക് മുകളിൽ നിന്ന് എടുക്കുക, ഒരു ബ്രിക്ക് നടുക്കുന്ന എടുക്കുക, ഒരു ബ്രിക്ക് ഈ സൈഡിൽ നിന്ന് എടുക്കുക, ഒരു ബ്രിക്ക് ഇപ്പുറത്തെ സൈഡിൽ എടുക്കുക, അങ്ങനെ പല സൈഡിൽ നിന്നായിട്ട് 20 ബ്രിക്സ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് അതിനാദ്യം ലെങ്ത് വൈസിൽ അറേഞ്ച് ചെയ്യാം. ആ ബ്രിക്സിന് ആദ്യം ലെങ്ത് വൈസിൽ ഇതേപോലെ അറേഞ്ച് ചെയ്യുക. 20 ബ്രിക്കിന് അറേഞ്ച് ചെയ്യുക. ഇതിനകത്ത് 3 കാണിക്കുന്നുള്ളൂ. ഇതിങ്ങനെ ലെങ്ത് വൈസിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യുക. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ആ ബ്രിക്കിനെ വിഡ്ത്ത് വൈസിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ലെങ്ത് ഇങ്ങോട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ രീതിയിൽ വിഡ്ത്ത് വൈസിൽ അറേഞ്ച് ചെയ്യുക. അതേപോലെ 20 അടുക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കുക. ഇനി അടുത്തത് ഇതിനെ ഹൈറ്റ് വൈസിൽ അറേഞ്ച് ചെയ്യാം. ഹൈറ്റ് വൈസ് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ഇവിടെ വീണ്ടും ബാക്കിലേക്കായിരിക്കും ലെങ്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഹൈറ്റ് വൈസിൽ അറേഞ്ച് ചെയ്യുക. ഹൈറ്റ് വൈസിൽ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെയും ടോട്ടൽ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കുക. ഇനി ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ലെങ്ത് വൈസ് അറേഞ്ച് ചെയ്യുമ്പോൾ 20 ബ്രിക്ക് നമ്മൾ ലെങ്ത് വൈസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് കിട്ടേണ്ട റേഞ്ച് 3720 ടു 3820 റേഞ്ചിലാണ് നമുക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ നമ്മൾ എടുത്തേക്കുന്ന ബ്രിക്സൊക്കെ അത്യാവശ്യം റെഗുലർ സൈസിലും ഷേപ്പിലുമുള്ള ഗുഡ് ക്വാളിറ്റി ബ്രിക്സാണ്. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞു 20 ബ്രിക്ക് കറക്റ്റായിട്ട് അടുക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ശരിക്കും വരേണ്ടത് ഒരു ബ്രിക്കിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 19 ആണ്. 20 ബ്രിക്കിന് എടുക്കുമ്പോൾ ശരിക്കും എത്ര വരും? 3800 ആണ് വരേണ്ടത്, ബ്രിക്കിൻ്റെ ലെങ്ത് വരേണ്ടത്. 3800 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു അലവൻസ് ഇവിടെ വിടുന്നുണ്ട്. 3720 ടു 3880 ഈ റേഞ്ചിൽ വന്നാൽ മതി. ഈ ടോട്ടൽ ലെങ്ത്ത് 20 ബ്രിക്കിനെയും ലെങ്ത് വൈസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ ലെങ്ത്ത് ഈ ഒരു റേഞ്ചിലാണെങ്കിൽ നമ്മുടെ ബ്രിക്കുകളൊക്കെ അത്യാവശ്യം നല്ല ഷേപ്പിലും സൈസിലുമുള്ള റെഗുലർ ബ്രിക്സാണ്. ഇനി വിഡ്ത്ത് വൈസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരേണ്ട 1760 ടു 1880 റേഞ്ചിലാണ് വരുന്നതെങ്കിൽ അവിടെയും കറക്റ്റാണ്. ഇനി അടുത്തത് ഹൈറ്റ് വൈസിൽ അറേഞ്ച് ചെയ്യുമ്പോഴും സെയിം 1760 ടു 1840 റേഞ്ചിലാണ് വരുന്നതെങ്കിൽ അവിടെയും നമ്മുടെ ബ്രിക്ക് നല്ല ബ്രിക്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷേപ്പ് ആൻഡ് സൈസിൽ വരുന്നത്. ഇനി അടുത്തത് സൗണ്ട്നെസ് ടെസ്റ്റ്. അടുത്തൊരു ടെസ്റ്റ് വരുന്നത് സൗണ്ട്നെസ് ടെസ്റ്റ്. ഇപ്പോൾ 2 ബ്രിക്സ് ആർ ടേക്കൺ ആൻഡ് നോക്ക്ഡ് വിത്ത് ഈച്ച് അതർ. 2 ബ്രിക്ക് എടുക്കുക, അതിനെ രണ്ടും തമ്മിൽ അടിച്ചു നോക്കുക. ഇറ്റ്സ് നോട്ട് ബ്രേക്ക് ആൻഡ് ഗിവ് എ മെറ്റാലിക് റിങ്ങിങ് സൗണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് പൊട്ടിപ്പോവാനും പാടില്ല. അത് തമ്മിൽ അടിക്കുമ്പോൾ നല്ലൊരു റിങ്ങിങ് സൗണ്ട്, അതായത് 2 പാത്രം തമ്മിൽ അടിക്കുമ്പോൾ ടിങ് ഒരു ശബ്ദം കേൾക്കും. ഏകദേശം ആ ഒരു ശബ്ദം നമുക്ക് കിട്ടണം. അടുത്തത് ടഫ്നെസ് ടെസ്റ്റ്. ടഫ്നെസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എ ബ്രിക്ക് ഈസ് ടേക്കൺ ആൻഡ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 1 മീറ്റർ. ഒരു ബ്രിക്ക് എടുക്കുക, 1 മീറ്റർ ഹൈറ്റിൽ നമ്മൾ അതിനെ ഡ്രോപ്പ് ചെയ്യുക. ഒരു ഫേം പ്ലാറ്റ്ഫോം, നല്ല ഹാർഡായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ 1 മീറ്റർ ഹൈറ്റിൽ നമ്മൾ ആ ബ്രിക്കിനെ ഡ്രോപ്പ് ചെയ്യാം. ആ ബ്രിക്ക് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ആവശ്യത്തിന് ടഫ്നെസ് ഉണ്ട്. ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടഫ്നെസ് ഇല്ല, ക്വാളിറ്റി കുറവാണ്. സിമ്പിളാണ്. അപ്പോൾ അടുത്തത് സ്ട്രക്ചറൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വെൻ എ ബ്രിക്ക് ഈസ് ബ്രോക്കൺ, ഒരു ബ്രിക്കിനെ നമ്മൾ 2 പൊട്ടിക്കുക. ഇറ്റ് ഷുഡ് ഹാവ് എ ഹോമോജീനസ് കോമ്പാക്റ്റ് ആൻഡ് ഫ്രീ ഫ്രം ഹോൾസ് ആൻഡ് ലംസ്. അപ്പോൾ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ പൊട്ടിയ സർഫസ് ഹോമോജീനസ്, ഏകദേശം ഒരുപോലെ ആയിരിക്കണം. അത് കോമ്പാക്റ്റ് ആയിരിക്കണം. അതിൻ്റെ അകത്ത് ഹോൾസ് ഒന്നും കാണാൻ പാടില്ല. ചെറിയ ചെറിയ കുഴികളും ലംസ് പ്രൊജക്ഷൻസും ഒന്നും കാണാതെ ഈവൺ ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ അത് നല്ല സ്ട്രക്ചറുള്ള ബ്രിക്കാണ്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ 3 ടെസ്റ്റിൻ്റെയും നമുക്കൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. അപ്പോൾ സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 2 ബ്രിക്ക് എടുക്കുക. 2 ബ്രിക്ക് എടുക്കുക, അത് തമ്മിൽ ജസ്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്ത് നോക്കുക. ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മെറ്റാലിക് സൗണ്ടാണ് കിട്ടുന്നതെങ്കിൽ ഓക്കെ, ഇത് നല്ല ബ്രിക്കാണ്. അതല്ല, ഇത് തമ്മിൽ ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡൾ സൗണ്ടാണ് കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ റിജക്റ്റ് ചെയ്യുക. ആ ബ്രിക്ക് അത്ര നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല. അടുത്തത് ഇമ്പാക്ട് ടെസ്റ്റ്. ഈ ടഫ്നെസ് ടെസ്റ്റിനെ തന്നെയാണ് നമ്മൾ ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രിക്ക് എടുക്കുക, അത് 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുക, ഒരു ഫേം സർഫസിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, അത് പൊട്ടിപ്പോകാൻ പാടില്ല.
പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ പൊട്ടിപ്പോകാതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നല്ല, ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഇടുമ്പോൾ അത് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അത് ബാഡ് ക്വാളിറ്റിയാണ്, അത് റിജക്റ്റ് ചെയ്യുക. പൊട്ടാതെ നമുക്ക് അതേപോലെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, ഗുഡ് ക്വാളിറ്റി ബ്രിക്കാണ്. ഈ ഫിഗറിൽ കാണാം, നിങ്ങൾ പൊട്ടിയതിനെ എടുക്കരുത്, റിജക്റ്റ് ചെയ്യുക. പൊട്ടാതെ എടുക്കുന്ന ബ്രിക്ക് അതാണ് നല്ല ക്വാളിറ്റി. അപ്പോൾ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രിക്ക് അടുക്കി വെച്ചിട്ട്, ഇപ്പോൾ ഒരു ലോഡ് ബ്രിക്ക് വന്നു, ബ്രിക്ക് അടുക്കി വെച്ചിട്ട് അതിൽ നിന്ന് റാൻഡമായിട്ട് 2 ബ്രിക്കൊക്കെ എടുത്തിട്ടായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. ടോപ്പ് ചെയ്യുന്നോ ബോട്ടത്തിലോ ഒന്നുമല്ല, റാൻഡമായിട്ട് ഏതെങ്കിലും 1-2 ബ്രിക്ക് എടുത്തിട്ടാണ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നേരത്തെ പറഞ്ഞാൽ സ്ട്രക്ചർ. ഒരു ബ്രിക്കിനെ നമ്മൾ പൊട്ടിച്ച് നോക്കുക, പൊട്ടിച്ചിട്ട് അതിൻ്റെ 2 സർഫസും നോക്കുക, അത് ഹോമോജീനസും നല്ല രീതിയിൽ കോമ്പാക്റ്റഡും ആയിരിക്കണം. ഇനി ആ ബ്രിക്കിൻ്റെ അകത്ത് യാതൊരു രീതിയിൽ ഹോൾസോ ലംസോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇതേപോലെ ചെറിയ ചെറിയ കുഴികൾ, പ്രൊജക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യുക. ഇതിനകത്ത് ചെറിയ ചെറിയ കുഴികളും ചെറിയ ചെറിയ പ്രൊജക്ഷൻസൊക്കെ ഇട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ടെസ്റ്റ് ഓൺ ബ്രിക്സിൽ വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബ്രിക്ക് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്. ഒരു നല്ല ബ്രിക്കിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം? ഒന്നാമത്തത്, ബ്രിക്ക് ഷുഡ് ഹാവ് എ യൂണിഫോം കോപ്പർ റെഡിഷ് കളർ. ബ്രിക്കിന് നല്ല യൂണിഫോം ആയിട്ടുള്ള കോപ്പർ കളറായിരിക്കണം ഉണ്ടാവേണ്ടത്. അടുത്തത്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ക്രാക്സ്, വോയിഡ്സ് ആൻഡ് ഗ്രിഡ്സ്. ആ ബ്രിക്ക് ക്രാക്സ്, അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഹോൾസ്, വോയിഡ്സ്, അതാണ് പറയുന്നത്. വോയിഡ്സിനൊക്കെ അതൊന്നും ഉണ്ടാകാൻ പാടില്ല, ഫ്രീ ഫ്രം ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് ഈവൻ സർഫസ് വിത്ത് ഷാർപ്പ് ആൻഡ് സ്ക്വയർ എഡ്ജ്. അപ്പം ബ്രിക്ക് ഷാർപ്പ് എഡ്ജ് ഉണ്ടാവണം, അതേപോലെ സ്ക്വയർ എഡ്ജസ്, ഷാർപ്പ് ആൻഡ് സ്ക്വയർ എഡ്ജസ് ആയിരിക്കണം. സ്ക്വയർ എന്ന് പറയാൻ കാര്യം, ഒരു ബ്രിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ഇത് രണ്ടും സെയിം ആണ്, 9x9 ആണ്. അപ്പോൾ ഇത് കറക്റ്റ് സ്ക്വയർ ഷേപ്പ് ആയിരിക്കണം, എഡ്ജസ് ഒക്കെ കറക്റ്റ് ഷാർപ്പും ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സ്റ്റാൻഡേർഡ് സൈസ്. സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുമ്പോൾ 19 സെൻറ്റിമീറ്റർ ബൈ 9 സെൻറ്റിമീറ്റർ ബൈ 9 സെൻറ്റിമീറ്റർ, കറക്റ്റ് സ്റ്റാൻഡേർഡ് സൈസിലായിരിക്കണം ബ്രിക്ക് നമുക്ക് അവൈലബിൾ ആവുന്നത്. അടുത്തത്, ബ്രിക്ക് വെൻ ബ്രോക്കൺ ഷുഡ് ഹാവ് ബ്രൈറ്റ് ഹോമോജീനസ് സ്ട്രക്ചർ. ബ്രിക്കിനെ നമ്മൾ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ് ഹോമോജീനസ് ഒരേപോലത്തെ സർഫസ് ആയിരിക്കണം കാണേണ്ടത്. അടുത്ത പോയിന്റ്, ദ ബ്രിക്ക് ഷുഡ് ബി സഫീഷ്യൻ്റ്ലി ഹാർഡ്. വെൻ ഇറ്റ് ഈസ് സ്ക്രാച്ച്ഡ് വിത്ത് ഫിംഗർ നെയിൽ, നോ ഇംപ്രഷൻ ഷുഡ് ബി ലെഫ്റ്റ് ഓൺ ദ ബ്രിക്ക് സർഫസ്. അപ്പോൾ ബ്രിക്ക് അത്യാവശ്യം നല്ല ഹാർഡായിരിക്കണം. അതിനെ നമ്മൾ വിരൽ വെച്ചിട്ട് നഖം വെച്ചിട്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇംപ്രഷൻ ഒന്നും വരാൻ പാടില്ല, ആ നഖത്തിൻ്റെ പാടൊന്നും വരാൻ പാടില്ല. ഇത് ഓൾറെഡി നമ്മൾ ടെസ്റ്റിൽ പറഞ്ഞാണ്, അതൊക്കെ തന്നെയാണ് ഈ പ്രോപ്പർട്ടീസിലും വരുന്നത്. അടുത്തത്, ദ ബ്രിക്ക് ഷുഡ് ഗിവ് ക്ലിയർ റിംഗിങ് സൗണ്ട് വെൻ നോക്ക്ഡ് വിത്ത് അതർ വൺ. 2 ബ്രിക്ക് നമ്മൾ കൊട്ടി നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല ക്ലിയർ ആയിട്ടുള്ള റിംഗിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അടുത്തത്, ദ ബ്രിക്ക് ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ 20% ബൈ വെയ്റ്റ് വെൻ ഇമ്പേഴ്സ്ഡ് ഇൻ കോൾഡ് വാട്ടർ ഫോർ 24 hours. അപ്പോൾ 24 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നമ്മളതിൻ്റെ വാട്ടർ അബ്സോർഷൻ ടെസ്റ്റ് ചെയ്താൽ അതിൻ്റെ വാട്ടർ അബ്സോർഷൻ 20%-നേക്കാളും കൂടുതൽ ആകാൻ പാടില്ല. അടുത്തത്, ബ്രിക്ക് ഷുഡ് നോട്ട് ബി ബ്രേക്ക് വെൻ ഡ്രോപ്ഡ് ഫ്ലാറ്റ് ഓൺ എ ഹാർഡ് ഗ്രൗണ്ട് ഫ്രം എ ഹൈറ്റ് ഓഫ് 1 മീറ്റർ. ഇത് നമ്മൾ പറഞ്ഞാണ്, 1 മീറ്റർ ഹൈറ്റിൽ നമ്മൾ ബ്രിക്കിനെ ഡ്രോപ്പ് ചെയ്താൽ, ഒരു ഹാർഡ് സർഫസിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ ആ ബ്രിക്ക് ഷുഡ് നോട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് നല്ല ബ്രിക്ക് ആയിരിക്കും. അടുത്തത്, ബ്രിക്ക് ഷുഡ് നോട്ട് ഹാവ് ക്രഷിംഗ് സ്ട്രെങ്ത് ബിലോ 3.5 Nm/mm². ബ്രിക്കിനെ നമ്മൾ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്നുള്ളത് 3.5-നേക്കാളും കുറവാകാൻ പാടില്ല. ലാസ്റ്റ് പോയിന്റ്, ബ്രിക്ക് ഷുഡ് ബി സൗണ്ട് പ്രൂഫ് ആൻഡ് ഹാവ് ലോ തെർമൽ കണ്ടക്ടിവിറ്റി. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൗണ്ട് പ്രൂഫ് ആയിരിക്കണം, അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി വെരി ലോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്രിക്ക് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് 3 ടോപ്പിക്കാണ്. ഒന്ന്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ്. അടുത്തത്, ടെസ്റ്റസ് ഓൺ ബ്രിക്ക്. ഇത് ഏത് ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാ ടെസ്റ്റും നന്നായിട്ട് പഠിക്കുക. ഫിഗർ ഒന്നും നിങ്ങൾ വരച്ച് പിടിക്കുകയൊന്നും വേണ്ട, ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. ലാസ്റ്റ് വൺ, ക്വാളിറ്റീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ബ്രിക്ക്. ഒരു നല്ല ബ്രിക്കിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കണം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ എല്ലാ പ്രോപ്പർട്ടിയും പഠിച്ചില്ലെങ്കിലും മിനിമം ഒരു 8 എണ്ണമെങ്കിലും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ലെക്ചറിൽ നമുക്ക് അടുത്തൊരു ബിൽഡിംഗ് മെറ്റീരിയലുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.